ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അങ്ങനെ നമ്മളൊരു വെക്കേഷൻ ട്രിപ്പ് പ്ലാൻ ചെയ്താണ് പോയത്. ഒരു 2 ദിവസത്തെ ഒരു വെക്കേഷൻ ട്രിപ്പ് കേട്ടോ. ട്രിവാൻഡ്രം കന്യാകുമാരി അങ്ങനെ ഒരു പ്ലാനിങ്ങിലാണ് പോയത്. നമ്മൾ ആദ്യം പോയത് പത്മനാഭനെ കാണാനാണ്. പത്മനാഭ സ്വാമി ക്ഷേത്രത്തിൽ പോയി ആ ദർശനം കഴിഞ്ഞിട്ട് നമുക്ക് ആറ്റുകാൽ പോകാനൊരു പ്ലാൻ ഉണ്ടായിരുന്നു. പക്ഷേ നമ്മൾ ഇറങ്ങിയപ്പോഴത്തേനും ഒത്തിരി താമസിച്ചു പോയി. അപ്പോൾ അമ്പലം അടച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ വിചാരിച്ചെന്നാൽ മണ്ടയ്ക്കാട്ട് പോകാമെന്ന്. അങ്ങനെ മണ്ടയ്ക്കാട്ടേക്ക് പോകുന്ന വഴിയിലെടുത്ത വീഡിയോ ആണിത്. ഹൈവേയിലേക്കൂടി ഇങ്ങനെ പോവുകയാണ് കേട്ടോ. പെട്ടെന്നായിരുന്നു തീരുമാനം. നമ്മൾ ഇവിടുന്ന് പോകുന്ന സമയത്ത് കുറച്ച് ഏരിയാസൊക്കെ കയറണം എന്ന് പറഞ്ഞു പോയി. പക്ഷേ അവിടെ കയറുന്നതിന് കൂടാതെ വേറെ 2-3 സ്ഥലങ്ങൾ നമ്മൾ പോയി കാണാൻ പറ്റിയിട്ടുണ്ട്. നമ്മളപ്പോൾ നല്ല ടൈം പ്ലാനിങ്ങിൽ പോയി കുറേ സ്ഥലങ്ങൾ 2 ദിവസം കൊണ്ട് പോയി കണ്ടു. അതിന് നമ്മൾ ഹൈവേയുടെ ഒരു സൈഡിൽ നിന്ന് ഫുഡൊക്കെ കഴിച്ചു. ഫുഡ് നമ്മൾ വീട്ടിൽ നിന്ന് കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു അന്നത്തെ ദിവസത്തെ. അപ്പോൾ നമ്മൾ ബാക്കിലൊക്കെ കണ്ട് അവരിരുന്ന് കഴിച്ചു. ഫ്രണ്ടിൽ മാമനിരുന്ന് കഴിച്ചു. കുഞ്ഞിന് പിന്നെ ഞാൻ കുറച്ച് സെർലാക്ക് കലക്കി കൊടുത്തു. പിന്നെ കുറച്ച് നേരം നമ്മൾ അവിടെ നിന്ന് കേട്ടോ. ഹൈവേ ഉണ്ട്, നല്ല വെയിലും ഉണ്ടായിരുന്നു. അപ്പോൾ ഒരു തണലും നോക്കി നമ്മളൊരിടത്ത് വണ്ടി നിർത്തിയതാണ്. അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും ബാക്കിലൊക്കെ നിന്ന് കഴിച്ചു. അങ്ങനെ 3:30 ആയപ്പോഴത്തേക്കും നമ്മൾ മണ്ടയ്ക്കായിട്ട് ദേവീ ക്ഷേത്ര സന്നിധിയിലെത്തി. അപ്പോൾ അമ്പലം തുറക്കാൻ ഒരു 5 മണിയാവും. നേരെ നമ്മൾ പോയത് കടൽ തീരത്തേക്കാണ് കേട്ടോ. കടൽ തീരത്ത് ആരും ഇല്ലായിരുന്നു. ഞങ്ങൾ 3-4 പേരേ ഉള്ളായിരുന്നു. ആ 3-3:30 സമയത്തൊന്നും ആരും അവിടെ ഉണ്ടായിരുന്നില്ല. അപ്പോൾ നമ്മൾ കുറച്ച് വെയിലും ഉണ്ടായിരുന്നു. അതുകൊണ്ട് കുറച്ച് നേരം കടൽ തീരത്തൊക്കെ നിന്നു. പിന്നെ അവിടുത്തെ വഴിപാടെന്ന് പറയുന്നത് തേങ്ങ വെള്ളത്തിൽ മുക്കി ഉരുട്ടുന്നൊരു വഴിപാടുണ്ട്. അങ്ങനെ നമ്മൾ തേങ്ങ വെള്ളത്തിലൊക്കെ നനച്ചിട്ട് അമ്പലത്തിൽ കൊണ്ട് ഉടയ്ക്കുന്ന വഴിപാടൊക്കെ ചെയ്തു. അങ്ങനെ സ്വപ്നൻ്റെ കാലൊക്കെ ഒന്ന് നനപ്പിച്ചു കേട്ടോ. കുറേ നേരം നമ്മൾ കാത്തിരുന്നു ഒരു തിരമാല വരാൻ വേണ്ടി, കുഞ്ഞിൻ്റെ കാലൊന്ന് നനപ്പിക്കാൻ വേണ്ടി. അങ്ങനെ കാത്തിരുന്ന് പ്രതീക്ഷിക്കാതെ വലിയൊരു തിരമാല വന്നു കേട്ടോ. ഞങ്ങളെല്ലാവരും അപ്പുറത്ത് നിന്നവരും അവിടെ എല്ലാവരും നനഞ്ഞ് നല്ല രീതിയിൽ വന്നിട്ട് പോയി. അങ്ങനെ ഞങ്ങൾ കൈയും കാലുമൊക്കെ അതിനകത്തൊക്കെ ഒന്ന് കഴുകി. കണ്ടത് തേങ്ങ ഇങ്ങനെ നനയ്ക്കുന്നതാണ്. ഇങ്ങനെ അവിടെ പോയവർക്കറിയാം അതിൻ്റെ വഴിപാടും കാര്യങ്ങളൊക്കെ. നമുക്കറിയത്തില്ലായിരുന്നു, നമ്മൾ ഫസ്റ്റ് ടൈം പോവാണ്. അപ്പോൾ നമുക്ക് മാമനാണ് ഇതൊക്കെ പറഞ്ഞു തരുന്നത് കേട്ടോ. അവർക്ക് എപ്പോഴും പോകുന്നതുകൊണ്ട് അവർക്ക് എല്ലാ കാര്യങ്ങളും ഇവിടുത്തെ ഏരിയാസ് എല്ലാം അവർക്കറിയാം. പിന്നെ ഈ ഒരു പള്ളിയിലും കൂടെ കയറി കേട്ടോ. അവിടെ പോയവർക്കറിയാം ആ തീരത്തിൻ്റെ സൈഡിൽ തന്നെയാണ്, കടൽ തീരത്തിൻ്റെ സൈഡിൽ തന്നെയാണ് ഈ പള്ളി. അത് ജസ്റ്റ് അവിടെയും കൂടെ ഒന്ന് കയറിയിട്ട് നമ്മൾ നേരെ ഫ്രഷ് ആവാനാണ് പോയത്. ഫ്രഷ് ആവുന്ന ഒരു ഏരിയ ഉണ്ട്, അവിടെ പോയി നമ്മളൊന്ന് ഫ്രഷായി. പിന്നെ 3:30 ആയതുകൊണ്ട് ഏകദേശം അരമണിക്കൂർ കടൽ തീരത്തൊക്കെ കറങ്ങി നിന്നിട്ടാണ് നമ്മൾ അവിടെ പോയത്. 5 മണിക്ക് അമ്പലം തുറക്കത്തുള്ളായിരുന്നു. അപ്പം നമ്മൾ അത്രയും സമയം അവിടെ നിന്ന് കറങ്ങി. സ്വപ്നുവിനെ ഒന്ന് ഫ്രഷാക്കി, ഞങ്ങളെല്ലാവരും ഒന്ന് ഫ്രഷായി. നമ്മൾ ചായയൊക്കെ കുടിച്ച് അങ്ങനെ കുറച്ച് നേരം അവിടെ നിന്ന്. ഇവിടെ നല്ല അറ്റ്മോസ്ഫിയറാണ്, കാരണം നല്ല രീതിയിൽ ചെടികളും മരങ്ങളും ഒക്കെ വെച്ച് നല്ല തണുപ്പ്, നല്ലൊരു അന്തരീക്ഷം കണ്ടോ. ഇത്രയും ഏരിയ മൊത്തം ചെടികളാണ്. അപ്പോൾ തിരക്കില്ല. അവിടെ ഒരു സീസൺ, അമ്പലത്തിലെ ഉത്സവ സീസണോ അങ്ങനെയൊന്നും ഇല്ലാത്തതുകൊണ്ട് നമ്മൾ കുറച്ച് പേര് മാത്രമേ ഉള്ളായിരുന്നു കേട്ടോ. അങ്ങനെ ഇതാണ് അമ്പലത്തിൻ്റെ ഫ്രണ്ട് വ്യൂ. അങ്ങനെ ഗോപുരം കണ്ടായിരുന്നല്ലോ, ഗോപുരത്തിൻ്റെ അവിടെ നിന്നാണ് നമ്മൾ കയറേണ്ടത്. ഇവിടെ നിന്ന് ഭാഗ്യമൊക്കെ വരുന്നുണ്ട്, കാരണം നമ്മൾ അവിടെയാണ് റെസ്റ്റിംഗ് ഏരിയ. അവിടെ നിന്ന് നമ്മളിങ്ങനെ നടന്നു വരണം. അങ്ങനെ അമ്പലത്തിനകത്ത് കയറി കുറച്ച് നേരം കൂടി ഇരുന്നു, കാരണം നമ്മളൊരു 4:30 ആയപ്പോഴത്തേനും അമ്പലത്തിനകത്ത് കയറി. അങ്ങനെ അവിടെ ഒരു വിസിറ്റിംഗ് ഏരിയ ഉണ്ട്, അവിടെ കുറച്ച് നേരം വിശ്രമ സ്ഥലമുണ്ട്, അവിടെ കുറച്ച് നേരം ഇരുന്നു. പിന്നെ അമ്പലത്തിലേക്കുള്ള വഴിപാട് കാര്യങ്ങളൊക്കെ നമ്മൾ വാങ്ങിച്ചു. പിന്നെ ഇവിടെ കൂടുതലും കുരുമുളക് വഴിപാടും കാര്യങ്ങളും. ഞാൻ ഏകദേശം ഒരു 10-11 വർഷമായിട്ട് ആഗ്രഹിക്കുന്നതാണ് ഈ അമ്പലത്തിലൊന്ന് വരണമെന്ന്. അതായത് ഞങ്ങളുടെ കല്യാണത്തിന് മുന്നേ ആഗ്രഹിച്ചൊരു കാര്യമായിരുന്നു. അപ്പോൾ അതിപ്പോഴാണ് സാധിച്ചത്. കാരണം ഇപ്പോൾ എന്നാൽ പോകാനുള്ള പ്ലാൻ പോലും ഇല്ലായിരുന്നു, പക്ഷേ അതിന് ഇപ്പോഴായിരുന്നു യോഗം ഉണ്ടായത്. അങ്ങനെ നമ്മൾ പോകാനും പറ്റി. അതുകൊണ്ട് ഇവിടെയാണ് നമ്മൾ കുറച്ച് നേരം ഇരുന്നത്. കണ്ട് അവിടെയാണ് ദേവിയുടെ വിഗ്രഹം ഇരിക്കുന്നുണ്ട്. ആ നേർക്കാണ് അവിടെ കണ്ട കുറേ പേരൊക്കെ ഇരിക്കുന്നത്. അത് അമ്പലം തുറക്കാൻ വേണ്ടി ഇരിക്കുന്നവരാണ് കേട്ടോ. ഇത് പിന്നെ പൊങ്കാലയിടുന്ന സ്ഥലം. എല്ലാ ദിവസവും പൊങ്കാലയുണ്ട്, രാവിലെ നിന്നില്ല വൈകിട്ട് നിന്നില്ല, എപ്പോഴും പൊങ്കാലയുണ്ട്. നമ്മൾ ചെന്നപ്പം ഒരാൾ പൊങ്കാല ഇടാനുണ്ടായിരുന്നു, മലയാളീസ് തന്നെയായിരുന്നു കേട്ടോ. അവരവിടെ പൊങ്കാല ഇടുന്നുണ്ട്. നമുക്ക് പിന്നെ പൊങ്കാല നേർച്ചയോ കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു. വന്ന് തൊഴുക, എന്തെങ്കിലും ഒരു വഴിപാട് നേരുക എന്നുള്ളത് മാത്രമല്ലായിരുന്നു. അങ്ങനെ നല്ല രീതിയിലൊരു വഴിപാട് നേർന്നു, കണ്ടു, അങ്ങനെ തൊഴുതു, കുറച്ച് ഫോട്ടോസ് എടുത്തു. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ കന്യാകുമാരിയിലേക്ക് പോയി.